ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 54 രൂപ ഞാൻ ഓരോ കോയിനായിട്ട് എണ്ണി എടുത്തിട്ട് തട്ടുകടയിൽ പോയി ഒരു ദോശ എത്ര രൂപയെന്നും ഓംപ്ലേറ്റ് എത്ര രൂപയെന്നൊക്കെ ചോദിച്ച് ഞാൻ മേടിച്ചിട്ട് ഞാൻ ഇതൊരായിട്ടും പറഞ്ഞിട്ടില്ല, എനിക്ക് പറയാനോട്ട് ഇഷ്ടമല്ല, അതെൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ വീൽ ചെയറിലാണ് എൻ്റെ ലൈഫ് മൊത്തം പോവേണ്ടത്. എനിക്ക് ഹയാബൂസ ഉണ്ടായിരുന്നു, എനിക്ക് ഹാർലി ഡേവിഡ്സൺ ഉണ്ടായിരുന്നു, എനിക്ക് BMW ഉണ്ടായിരുന്നു. ബിഗ് സസി റോക്കി മോനെ വരോ, വീട്ടിലോട്ട് വരോ, ഇതാ ഇവിടെയുള്ള ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കുന്നു. തൊപ്പി എനിക്ക് വിലയിടാറ ആയിട്ടില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഫെയിം സ്റ്റെപ്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു വിശിഷ്ട അതിഥിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് കോൺട്രവേഴ്സിയിൽ നിന്ന് ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണ്. ട്രോളർമാർക്ക് ഒരു രക്ഷയാതെ ഒരുപാട് വർക്ക് കൊടുക്കുന്നു. ആൻഡ് ഒരു ഇടി കാരണം ഇത്രത്തോളം ഫേമസ് ആയ ഒരു വ്യക്തി വേറെ എവിടെയും ഉണ്ടാവില്ല. യെസ്, അസി റോക്കിയാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. വെൽക്കം. സോ ഇത് റോക്കി റിപ്പീറ്റഡ്ലി ഒരുപാട് വട്ടം ഇടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പല ആൾക്കാരായിട്ട് ഫൈറ്റ് ഉണ്ടാകുന്നു. വീഡിയോ കാണിച്ചു തന്നിട്ടാണ് റോക്കിയുടെ അടുത്ത് ചോദിക്കുന്നത് ലാലേട്ടൻ. അപ്പോൾ ഇങ്ങനെ പറയരുത് എന്നൊരു ഇൻറ്റൻഷൻ ലാലേട്ടൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലോ? എന്നാൽ പറയരുതെന്ന് പറഞ്ഞാൽ പോലെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള പണിഷ്മെൻ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യില്ലല്ലോ. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കും ഞാനാണെങ്കിലും ഓക്കെ, ഗോട്ട് ഇറ്റ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇതിവിടെ വന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ വളരെ, അതായത് എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 54 രൂപ ഞാൻ ഓരോ കോയിനായിട്ട് എണ്ണി എടുത്തിട്ട് തട്ടുകടയിൽ പോയി ഒരു ദോശ എത്ര രൂപയെന്നും ഒരു പിന്നെ ഓംപ്ലേറ്റ് എത്ര രൂപയെന്നൊക്കെ ചോദിച്ച് ഞാൻ മേടിച്ച് തിന്നിട്ട് പിന്നെ വളരെ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇത്ര? ഓൾറെഡി പറയുന്നു 6 തലമുറകളോളം ജന്മിമാരാണ്. പിച്ച വാങ്ങി ഒന്നും വാഴിക്ക് വിട്ട് പോതിലും അച്ഛമില്ല. എനിക്ക് ആരും പിച്ച കാശ് തന്നിട്ട് അവർ പറയുന്നത് കേട്ട് അവിടെ ചെൽപ്പടിക്കുന്ന എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ ആരായിരുന്നാലും ശരി. അപ്പോൾ അവർ നമ്മൾ ഇപ്പം നമുക്ക് ഞാനെന്ന് വെച്ചാൽ വളരെ ചെറുതിലെ തന്നെ അധ്വാനിക്കാൻ തുടങ്ങിയതാണ്. വളരെ ചെറുതിലെ ബിസിനസ് എനിക്കിഷ്ടമാണ്, എൻ്റെ പാഷനാണ്. ബിസിനസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ആയിരുന്നു അവിടെ ഫസ്റ്റത്തെ ബിസിനസ്. അതെൻ്റെ മൊബൈൽ ഷോപ്പ് ബിസിനസ്. ഈ ടാറ്റു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാഷനാണ്, ബിസിനസ് അല്ല. പക്ഷേ എൻ്റെ പാഷൻ വന്നിട്ട് അത് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തപ്പോൾ അതൊരു ബിസിനസ് ആയി എന്നുള്ളതാണ്. പക്ഷേ അതർവൈസ് എൻ്റെ ഒരു പാഷൻ മാത്രമാണ്. പിന്നെ അപ്പം എനിക്ക് ചെറുതിലേ മുതലേ എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് എനിക്കിഷ്ടമല്ല. എനിക്ക് കുഞ്ഞിലെ മുതലേ 10 രൂപ എനിക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനത് ഉണ്ടാക്കാൻ ശ്രമിക്കും, ഉണ്ടാക്കിയിട്ടുമുണ്ട്. അത് ഇനി എങ്ങനെ കച്ചവടം ചെയ്ത് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ കുറേ കാലത്തിന് മുമ്പൊക്കെ പോവേണ്ടി വരും. പിന്നെ എനിക്കറിയാനുള്ളത്, ഹസീബ് എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് അസി റോക്കിലോട്ട് എത്തിയിട്ടുള്ളത്? അതെ, എൻ്റെ മുഴുവൻ പേര് മുഹമ്മദ് ഹസീബ് ഷാറുഖ് ഹമീദ് ഖദീജ എന്നാണ്. ഓക്കെ, ഞാനൊരു 100% ട്രഡീഷണൽ ഫാമിലി എന്ന് പറയുന്ന ആൾക്കാർ. ഐ ഡോണ്ട് ബിലീവ് എനി കൈൻഡ് ഓഫ് ട്രഡീഷണൽ. ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളതായിരിക്കും അല്ലേ ട്രഡീഷണൽ എന്നൊക്കെ. നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ പറയുമല്ലോ, എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര ട്രഡീഷണലാണ് എന്ന്. നമ്മൾ ഗേൾ ഫ്രണ്ട്സ് ആയിരിക്കും കൂടുതലും പറയുന്നത്. നമ്മൾ വീട്ടുകാരൊക്കെ ഭയങ്കര ട്രഡീഷണലാണ്. പക്ഷെ ഇത് പറയുന്നൊരു വേർഡാണ് ട്രഡീഷണൽ എന്നുള്ളത്. അങ്ങനത്തെ ഒരു ട്രഡീഷണൽ ഫാമിലി എന്ന് വെച്ചോ. ഓക്കെ. പിന്നെ അതിൽ നിന്ന് ഞാൻ ടാറ്റു ഇൻഡസ്ട്രിയിലോട്ടാണോ, ടാറ്റു ഞാൻ മുസൽമാനാണ്, ടാറ്റു മുസ്ലിമൊക്കെ ഹറാമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഒരു സ്റ്റുഡിയോ, ഒരു സ്കൂള്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ അതാണ് ചെയ്യുന്നത്. സോ അതെന്തുകൊണ്ടാണ് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അത് വേറെ ഒരാളിന് ഞാനൊരു കാര്യം പറഞ്ഞു, ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ചെയ്ത് ഇത്ര എമൗണ്ട് നിങ്ങൾക്കത് ഓക്കെയാണ്, നിങ്ങൾ ചെയ്ത് നിങ്ങളത് ഹാപ്പിയായി. എനിക്ക് അത് ഹാപ്പി ആകുമ്പോൾ ഏകദേശം ഒരുപാട് പേരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. കാര്യം ഒരു ടാറ്റു എന്ന് പറയുമ്പോഴത്തേക്കും കുറേ കൺസൾട്ട് ചെയ്ത് എനിക്കത് ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടമല്ല ബ്രോ. ഇപ്പം എൻ്റെ ഫാമിലിയോടൊക്കെ ഇഷ്ടമല്ല, മതപരമായിട്ട് ഇഷ്ടമല്ല, അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമുള്ളൊരു കാര്യം എനിക്ക് ചെയ്യണ്ടേ. അതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ. ഞാൻ ആരെയും കൂട്ടം കൂടി വന്നു, എൻ്റെ പുറകെ കുറേ പേര് വന്നിട്ടുണ്ട്. ഓക്കെ, അത് കൊള്ളാമെന്ന് തോന്നിയ കുറേ പേര് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അല്ലാതെ ഞാൻ ആരെയും എൻ്റെ ഒപ്പം കൂടാണെന്ന് വിളിക്കത്തില്ല. ഒരു പ്രശ്നം ഉണ്ടായിരുന്നാലും എൻ്റെ ബിസിനസ്സിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കും. ഞാൻ ആരെയും മാനിപ്പുലേറ്റ് ഒന്നും ചെയ്തില്ല. ഞാൻ അവിടെ പ്രവർത്തിച്ചില്ല, അതുകൊണ്ട് അത് കറക്റ്റ് ആയില്ല എന്ന് മാത്രമേ. അല്ലെങ്കിൽ അത് ആ സിസ്റ്റം കറക്റ്റ് അല്ല, ആ സിസ്റ്റം മാറ്റി അടുത്ത് ചെയ്യും. ആ ഒരു രീതിയിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഈ ഹസീബ് എസ് കെ എന്നുള്ളത്. ഈ ഒരു ട്രഡീഷണൽ ഫാമിലി എങ്ങനെ ജീവിച്ച് പോയപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക്
എനിക്ക് തോന്നുന്നു എനിക്കൊരു 28 29 വയസ്സായപ്പോൾ തന്നെ എനിക്ക് ഇത്ര വയറൊക്കെ ആയി. ഹസീബസ് കേക്ക് ഇത്ര വയറായി. ഫുഡ് അടി മാത്രമാവും. കച്ചവടം ചെയ്യുക, ഫുഡ് അടിക്കുക, പള്ളിയിൽ പോവുക, നമസ്കരിക്കുക. നമസ്കാര തഴമ്പുണ്ട് എനിക്ക് വലിയ. ഞാൻ വെള്ളം ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ ഒരു സമയത്ത്. ഫുൾ ആപ്പ ഉമ്മ ഇവരൊക്കെ പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചൊരു ബിയർ പോലും കുടിക്കാതെ ജീവിച്ച് 29 വയസ്സ് വരാം. ഞാൻ 29 വയസ്സിലാണ്, 29 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ആദ്യമായിട്ടൊരു ബിയർ കുടിക്കുന്നതാണ് എൻ്റെ ഓർമ്മ. ഞാനതൊരു സിഗരറ്റ് കുടിക്കത്തില്ല, ബിയർ കുടിക്കുക, അങ്ങനെയുള്ള ഒരു ഇത് എനിക്കില്ല. ഒരു ആഘോഷം സിനിമയ്ക്ക് പോകത്തില്ല, ഒള്ളി ബിസിനസ്. ബോംബെ പോകുന്നു, അവിടെ സാധനം എടുക്കുന്നു, അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു, അവിടെ ബാംഗ്ലൂർ പോകുന്നു, അവിടെ പോകും. ഈ ഒരു റൊട്ടേഷൻ ചെയ്ത് പൈസ ഉണ്ടാവും, പക്ഷേ എങ്കിൽ ആരോഗ്യമില്ല, എൻ്റർടൈൻമെൻറ്റിൽ ഒന്നുമില്ല. അത് നമുക്ക് അറിയത്തില്ല. നോമ്പ് പിടിക്കുക, പള്ളിയിൽ പോവുക, നമസ്കരിക്കുക, ഇങ്ങനെയുള്ള ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴ സമയത്താണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠ വന്നിട്ട് പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പം അവൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കൊക്കെ സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് അവൻ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും കാർഡിയാക്ക് അറസ്റ്റ് വന്ന് ആൾ മരിച്ചു. അപ്പോൾ അവൻ തലേ ദിവസം ഞാനവനും കൂടെ ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് പറഞ്ഞിടാ നീ അനിയന്മാരെയൊക്കെ നല്ലോണം നോക്കി, അങ്ങനെയൊക്കെ കുറച്ച് സെൻറ്റിമെൻ്റലായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. അവൻ്റെ റോൾ മോഡലായിരുന്നു. അവൻ പെട്ടെന്ന് മരിച്ചു പോയപ്പോഴും അവൻ പക്ഷേങ്കിൽ എന്നെ പോലെ അല്ല, കുറച്ചുകൂടെ ഫ്രീക്കായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ബിയർ കുടിക്കരുത്, ഞാനതുമില്ല. അപ്പോൾ മരിച്ചു പോയപ്പോഴത്തേക്കും എനിക്കത് ബിലീവ് ചെയ്യാൻ പറ്റില്ല. കാര്യം ആംബുലൻസിൽ എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് കോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന ആൾ മരിച്ചെന്ന് പറയുന്നത് ഒന്നും ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. SP ഫോർട്ട് ഹോസ്പിറ്റലിൽ. അപ്പം അവൻ്റെ ബോഡിയുടെ ചൂട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആംബുലൻസിൽ കുറിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ ബോഡി ചൂടുണ്ട്. അപ്പോൾ അപ്പോഴുണ്ടായ എനിക്ക് ഉണ്ടായ ഒരു ഫീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവരെ എന്ത് സിസ്റ്റം, അല്ലെങ്കിൽ ഇവരൊക്കെ അങ്ങനെ ടോട്ടൽ ഞാൻ കൺഫ്യൂസായി. എനിക്ക് തോന്നുന്നു ഞാനൊരു 10 ദിവസം അടുപ്പിച്ച് എനിക്ക് കരച്ചിൽ മാത്രമേ വരുള്ളൂ. അപ്പോഴും എനിക്ക് കരയാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും ഈ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് കുഞ്ഞുണ്ട്. എനിക്ക് ചെറിയ കുഞ്ഞായിരുന്നു ഞാൻ. അങ്ങനെ അതെ ഞാൻ കല്യാണം കഴിച്ചത് അത് പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ചോദിച്ചതുകൊണ്ട് ഞാൻ ഇതുവരെ ആരുടെയും പറഞ്ഞിട്ടില്ല, എനിക്ക് പറയാനോട്ട് ഇഷ്ടമല്ല. അതിൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോകത്ത് കണ്ടിട്ടുള്ള ഏറ്റവും പാവമായിട്ട്, ഏറ്റവും നല്ല, ഏറ്റവും പാവമായിട്ടുള്ള, ഏറ്റവും നിഷ്കളങ്കയായിട്ടുള്ള, ഏറ്റവും നല്ലൊരു ആളാണ് എൻ്റെ ഭാര്യ. ഫാത്തിമ എന്നാണ് പേര്. ഞാൻ ശ്രീചിത്ര പൂർവ്വമി എന്നാണ് കല്യാണം കഴിച്ചത്. അതിന് എനിക്ക് തോന്നുന്നു എനിക്ക് 22 വയസ്സെന്തോ ഉണ്ടായിരുന്നപ്പോഴാണ് കല്യാണം കഴിച്ചതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടായി. അപ്പോൾ കുഞ്ഞിന് പേരിട്ട്, വേറെ പേരായിരുന്നു അവന് ആദ്യം ഇട്ടത്. അങ്ങനെയൊക്കെയാണ് വളർന്നുകൊണ്ടിരുന്നത്, ട്രഡീഷണലായിട്ട് വളർന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ ഇൻസിഡൻറ്റോട് കൂടി തന്നെ എനിക്ക് പിന്നെ എനിക്ക് എവിടെ പിന്നെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഇത് ശ്വാസം വിട്ടുന്നത് ഇവരൊക്കെ പറയുന്നത് ഇതൊന്നും അല്ല എന്നുള്ള ഒരു സംഭവം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സെപ്പറേറ്റ് വാടക വീട് എടുത്തിട്ട് ഞാൻ സെപ്പറേറ്റ് ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത്. എത്രാമത്തെ വയസ്സിൽ ഇറങ്ങി? എനിക്ക് വയസ്സൊന്നും ഓർമ്മയില്ല ബ്രോ. 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു റോക്കി? എനിക്ക് തോന്നുന്നു ഒരു 25ാമത്തെ വയസ്സിലുള്ള ആയിരിക്കാം. 25ാമത്തെ വയസ്സിലാവാനാണ്, 25 26. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ റെഡിമെയ്ഡ് ബിസിനസ് ആയിട്ട് തന്നെ പോയപ്പോഴത്തേക്കും എൻ്റെ ഫിസിക്കൊക്കെ ഭയങ്കര മോശമായി. ഭയങ്കര ഒരു 55 വയസ്സുള്ള ഒരാളിൻ്റെ രൂപമൊക്കെ ആയി, താടിയൊക്കെ വളർന്ന്. പഴയ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്, കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അപ്പോൾ എനിക്കൊരു ബാക്ക് ചെറുതിൽ കുഞ്ഞിലെ വീണിട്ട് ഒരു ബാക്കിലൊരു L4 L5 അതിരുന്ന് ഡാമേജായി ക്രിട്ടിക്കൽ ഡാമേജ് സ്റ്റേജിലായിട്ട് ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോഴത്തേക്കും എനിക്കിവിടെ എല്ലാം ഫുള്ള് ഇങ്ങനെ തരിച്ചിട്ട് നനഞ്ഞ് എൻ്റെ ബോഡിയിൽ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് കൺട്രോൾ ചെയ്യാതെ എനിക്ക് യൂറിൻ പോയി. അത് സ്റ്റേജ് 4 പോയി ഞാൻ. സ്റ്റേജ് സ്പൈനാണ് ഇഞ്ചുറീസ്, അത് L4 L5. സ്റ്റേജ് 4 പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സർജറി ചെയ്തിട്ടുപോലും കാര്യമില്ല. ഞാൻ വീൽ ചെയറിലാണ് എൻ്റെ ലൈഫ് മൊത്തം പോവേണ്ടത്. ഓക്കെ, അപ്പോഴും ഞാൻ വീട്ടുകാരുടെ അടുത്ത് ആദ്യം പറഞ്ഞു, ഞാൻ ഇതിന് മാക്സിമം കൊണ്ടുപോവുകയാണ് ഏതുവരെ പോകട്ടെന്നുള്ളത്. അവസാനം എനിക്ക് ഇത് വന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പിടിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിവിടെ ട്രിവാൻഡ്രത്ത് കുറേ ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോഴത്തേക്കും വീട്ടുകാരും ആരും സഹായമൊന്നുമില്ല. അപ്പോഴെനിക്ക് നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ പറയുക, എന്നെ ഈ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്നത്, ഏറ്റവും ബഹുമാനിക്കുക, ഏറ്റവും ശക്തരാണെന്ന് കരുതുന്നത് ഞാൻ മെന്നിനല്ല, ഞാൻ വുമണിനെയാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഉമ്മ ഖദീജ, അതാണ് ഹസീബ് ഷൗർ ഹമീദ് ഖദീജ. ഖദീജ എൻ്റെ ഉമ്മയാണ്. ഫാത്തിമ എൻ്റെ വൈഫ്.
അന്നമ്മ എൻ്റെ ഫ്രണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ എന്നെ നല്ല രീതിയിൽ നല്ല ഗൈഡൻസ് തന്നിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. തെറ്റും ശരിയും കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി. കാര്യം ഈ അർജുന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോക്കി ആളൊക്കെ നല്ലതാണ് പക്ഷേ കുറച്ച് ഒറ്റ ബുദ്ധിക്കാരനാണ് എന്നുള്ളൊരു സംഭവം. ആ ഒരു 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 ചിലപ്പം ആയിരിക്കാം, എനിക്ക് അറിയത്തില്ല. കാര്യം നമ്മൾ പറഞ്ഞില്ലേ ഈ ജീവിത സാഹചര്യം. ഇത് ഞാനിപ്പം അർജുൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാനിത് ഈ ഒരു ഇൻ്റർവ്യൂ എന്നുള്ളത് എനിക്ക് കുറച്ച് പറയാനുണ്ടായിരുന്നു. ഓക്കെ, കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ആരോടും പറയാൻ തോന്നിയില്ല ഇതുവരെ. അർജുനെ എന്തുകൊണ്ട് അർജുൻ്റെ അടുത്ത് എനിക്ക് പറയാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് ശാരികര ഇൻ്റർവ്യൂവിൽ ആയിട്ടാണ് അർജുന് വേറെ ഒരു ലേഡിയായിട്ട് വന്നത്. നിങ്ങൾ എന്നെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവസാനം അത് പറഞ്ഞ ആൾക്കാരുണ്ടോ ഉണ്ടാക്കിയത്, നീ വായിച്ച് കാണുമെന്ന് തോന്നുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റോക്കി ആളെയും കൊണ്ട് ഇൻ്റർവ്യൂവിന് പോയിന്ന് അല്ലേ. അപ്പം അതിനെ ഭയങ്കരമായിട്ട് ട്രോളൊക്കെ പോയി, ആളെ കൂട്ടിയാണ് ഇൻ്റർവ്യൂവിന് പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടി കാണും. അതിൻ്റെ താഴെയുള്ള കമൻറ്റ്സ് ഞാൻ കുറച്ചൊക്കെ വായിച്ചതാണ്. അപ്പോൾ നിങ്ങളവിടെ എന്നെ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതല്ല, നിങ്ങൾ അത് ഓക്കെ അത് ശരിയാണെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യായമായിട്ട് തോന്നിക്കാണും, വേറെ ആൾക്ക് ന്യായമായിട്ട് തോന്നിയില്ല. അപ്പം കുറേ പേര് എന്നെ വെറുപ്പുണ്ടാവും. ആ വെറുപ്പുള്ള എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തപ്പം നിങ്ങളെയും കൂടെ വെറുത്തു എന്നുള്ള സംഭവമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരാൾ വെറുക്കുമ്പോൾ ഞാൻ എന്ത് ശരി ചെയ്താലും തെറ്റ് ചെയ്താലും എന്നെ വെറുക്കുന്നവർക്ക് അതേ വെറുപ്പ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഓഫ് കോഴ്സ് മനുഷ്യന്മാരായ അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പോയിന്റിലോട്ടാണ് L4 L5 സർജറി സംഭവമൊക്കെ വന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലിലും പോയി. പട്ടണത്തിലെ എല്ലാ ഹോസ്പിറ്റലിലും പറഞ്ഞത് എനിക്കൊരു 30% ചാൻസ് ഉള്ളൂ, സർജറി കഴിഞ്ഞാൽ എഴുതിക്കുമെന്നുള്ളത് 30% ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ വീണ്ടും സർജറി കുറേയും കൂടെയൊക്കെ നീട്ടി വയ്ക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചു. അപ്പം ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർക്കൗട്ട് എന്നുള്ള ഒരു 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 ഇതുണ്ട്, ഒരു ടെൻഡൻസി ഉള്ളിലുള്ളതുകൊണ്ട് ഈ പെയിൻ എന്തുണ്ടായിരുന്നാലും ശരി നമ്മൾ അതും വെച്ചുകൊണ്ട് വർക്കൗട്ട് എഗെയിൻസ്റ്റായിട്ട് ഇത് ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ നമ്മൾ ചെയ്തു പോകും. ഇല്ലെങ്കിൽ പിന്നെ മീൻസ് എന്തുവാ വെയിറ്റൊക്കെ എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കതൊന്നും ചെയ്തുകൂടാ യഥാർത്ഥത്തിൽ. എങ്കിലും ഈ ജിമ്മിലൊക്കെ പോകുന്ന ഉണ്ടാവും ബ്രോ. എങ്കിലും അത് ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അത് അറിയാൻ പറ്റും. ഈ വർക്കൗട്ട് കുറേ കാലം കൊണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വന്നിട്ട് അത് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇഞ്ചുറി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തൊട്ട് ഒരു 25 years തൊട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തോ? വർക്കൗട്ട് ഞാൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു വർക്കൗട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതിലേ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് പുള്ളി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ വണ്ണം വെച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്. പുള്ളിക്കാരിയും പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ വണ്ണം വയ്ക്കും. ആ വണ്ണം വയ്ക്കും, എനിക്കറിയാം. കാര്യം എനിക്ക് വയറൊക്കെ ഇത്രയായി. 36 പാൻറ്റൊക്കെ ആയി ബ്രോ, എനിക്ക് 48 ഷർട്ടൊക്കെ ആയി. കാര്യം ഇരുന്ന് മട്ടൻ തീറ്റി ചിക്കൻ തീറ്റി ഇതൊക്കെയല്ലേ ഉള്ളൂ, വേറെ ഇതാ നിങ്ങൾ വണ്ണം വെച്ചില്ലേ അതുപോലെ. അപ്പോൾ ഞാൻ എന്തുവണ്ണം വെച്ചാണ്, ഞാൻ ഹൈറ്റും കുറവ്, വണ്ണം കൂടെ ആകുമ്പോൾ ആ അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ അതിന് ഏകദേശം 2-3 വർഷം ഇരുന്ന് തിന്ന് അതിൻ്റെതൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ അതും ഈ സ്പൈൻ ഇഞ്ചുറി ഡാമേജ് ആക്കി. അപ്പോൾ വീണ്ടും ഇത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ വർക്കൗട്ടിലോട്ട് പോയി. വർക്കൗട്ടിലോട്ട് പോയിട്ട് പിന്നെ എനിക്ക് വർക്കൗട്ട് നിർത്താൻ പേടിയായി. വർക്കൗട്ട് നിർത്തി കഴിഞ്ഞാൽ വണ്ണം വയ്ക്കുമോ എന്നുള്ള ആ ഒരു പഴയ ആ ഫിഗറിൽ പുട്ട് പോകുമെന്നൊക്കെ പേടിച്ച് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ വർക്കൗട്ട് ചെയ്യുള്ളൂ എന്ന്. പക്ഷേ എനിക്ക് ജിമ്മിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ മറ്റേ ഓയിൻമെൻറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകും. അങ്ങനെയാണ് സ്റ്റേജ് ആ കാര്യം പോയത്. ലാസ്റ്റായപ്പം എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പ്രോബ്ലംസൊക്കെ അല്ലാണ്ട് കുറേ പ്രോബ്ലംസ് പറ്റി. ഫിനാൻഷ്യലി വന്നിട്ട് ഡുമ്മനെ താഴെ പോയി. ഡുമ്മനയുടെ താഴെ പോയി. എനിക്ക് തോന്നുന്നു 2014 2012 13 എന്തോ ആണെന്ന് തോന്നുന്നു. ഫിനാൻഷ്യലി ഫുള്ള് ഡൗണായി. ഫിനാൻഷ്യലി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന്, അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് നമുക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ കൗടിയാർ ജംഗ്ഷനിൽ നമ്മൾ പേർഷ്യൻ ദർബാർ എന്ന് പറഞ്ഞ PDR എന്ന് പറഞ്ഞൊരു മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റ് തുടങ്ങി. ആദ്യത്തെ മന്തിയൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് 2002 തോന്നുന്നു, 12. അപ്പം ആ സമയത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോഴത്തേക്കും അതാണ് ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞത്, എനിക്ക് ഹയാബൂസ ഉണ്ടായിരുന്നു, എനിക്ക് ഹാർലി ഡേവിഡ്സൺ ഉണ്ടായിരുന്നു, എനിക്ക് BMW ഉണ്ടായിരുന്നു ബ്രോ. ഇതെല്ലാം ഉണ്ടായിരുന്നു, ഇല്ലാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ ഇതെല്ലാം പോയി. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വഴിയിൽ പ്രോപ്പറായിട്ട് നമ്മളതിനെ ഡീൽ ചെയ്തില്ല. നമുക്കറിയാത്ത ബിസിനസ് പൊളിഞ്ഞു. അവസാനം ഓരോ സാധനങ്ങളായിട്ട് വിൽക്കേണ്ടി വന്നു. കടം വാങ്ങിയില്ല, വിറ്റു. ഉള്ളതെല്ലാം വിറ്റ് അവസാനമായപ്പോഴത്തേക്കും
കംപ്ലീറ്റ് പോയി, കാലിയായി. അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ബസ്സിലൊക്കെ പോകാൻ തുടങ്ങി. കാര്യം കുടുംബത്തിൽ പോകാൻ, കുടുംബത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം കൊണ്ടാണ് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പം അത് ഞാൻ സമ്പാദിച്ചതിന് കേട്ടോ. എനിക്ക് കുടുംബത്തിൽ നിന്ന് അവർ തന്നെ പറഞ്ഞാൽ നല്ല അന്തസ്സായിട്ട് റെഡിമെയ്ഡ് ബിസിനസ് ചെയ്യുമായിരുന്നു. അത് ഞാൻ എന്തുകൊണ്ടാണ് റെഡിമെയ്ഡ് ബിസിനസ് ചെയ്ത് സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, ഹൈബൂസ BMW മേടിച്ച ആൾ, എന്തുകൊണ്ട് അത് നിർത്തിയിട്ട് പാപ്പാൻ്റെ ബിസിനസ്സാണ് റെഡിമെയ്ഡ് ബിസിനസ്. പക്ഷേ എങ്കിലും എനിക്ക് എൻ്റെ പ്രോഫിറ്റ് ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബിസിനസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഫാമിലി അല്ലേ ബ്രോ, ഞാൻ പറഞ്ഞ ട്രഡീഷണൽ ഫാമിലി കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരാളെ വെറുത്ത് കഴിഞ്ഞാൽ അവരുടെ ഫുള്ളങ്ങ് വെറുക്കും. പിന്നെ നമ്മൾ എന്ത് നല്ല ഇരുന്നാലും അവർ മോശമെന്നേ പറയുള്ളൂ. ഇപ്പോൾ ഫാമിലിയായിട്ട് കോൺടാക്ട് ഇല്ല? ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് എന്നെ. ബിഗ് ബോസ് റോക്കി, ബിഗ് ബോസ് അസി റോക്കി മോനെ വരോ, വീട്ടിലോട്ട് വരോ, ഇതാ ഇവിടെയുള്ള ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കുന്നു. വിളിക്കാൻ ഇത്രയും നാളും ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നില്ല? ഇല്ല, കോൺടാക്ട്സ് ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ഫിനാൻഷ്യലി സെറ്റപ്പ് കുറച്ചുകൂടെ അപ്പായി. ഡൗൺ ആയത് പറഞ്ഞോളൂ, അപ്പായത് ഞാൻ പറഞ്ഞില്ല. ഡൗൺ ആയപ്പോഴത്തേക്ക് ആരും ഇല്ലായിരുന്നു ബ്രോ എൻ്റെ കൂടെ, ആരും ഇല്ലായിരുന്നു. എനിക്ക് അന്നാണ് മനസ്സിലായത്. ഇന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് തൊപ്പി മറ്റേ അവന് ജിൻഡോക്ക് ഇത് 8 ലക്ഷം രൂപ ആണ് കൊടുത്തത്, റോക്കിക്ക് എത്രയാണ് വില കിട്ടിയത്? ജിൻഡോ അത് തൊപ്പി എനിക്ക് വിലയിടാറ് ആയിട്ടില്ല എന്നെനിക്കിപ്പം പറയാം. ഓക്കെ പക്ഷേങ്കിൽ എനിക്ക് ഞാനൊരു 10,000 രൂപ ഒരാളുടെ അടുത്ത് ചോദിച്ച അയാൾ എനിക്ക് തരോ ഇല്ലേ എന്നുള്ള ഡൗട്ടും ഉണ്ടായിരുന്നു. അത്രയ്ക്കുള്ള വിലയെങ്കിലും എനിക്ക് ഉണ്ടായിരുന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ 2 പോക്കറ്റിലും ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ വിചാരിക്കും വേണ്ട ഈ തള്ളുന്ന വിചാരിക്കണ എന്താ വിചാരിച്ചുകൊണ്ട് പോട്ടെ. ഞാൻ അത്യാവശ്യം ക്യാഷ് നല്ല രീതിയിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്യാഷ് ഗോൾഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ് ബ്രോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്വർണ്ണമാല എൻ്റെ വാപ്പ പണ്ട് ഗൾഫിൽ നിന്ന് ഒരു മാല കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു 2 പവൻ്റെ ഒരു മാലയാണെന്ന് തോന്നുന്നു. ഞാനിത് കഴുത്തിൽ ഇട്ടിട്ട് നമുക്ക് ഷോളയാർ എൻ്റെ ഒരു വലിയപ്പാക്ക് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ നമ്മൾ പോയപ്പോൾ ഞാൻ അതിനൊരു കന്നുകുട്ടിക്ക് ഈ മാല ഊരി ഇട്ട് കൊടുത്തു. അവിടെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞ് കന്നുകുട്ടിക്ക് മാല ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഊരി ഇട്ട് കൊടുത്തതിന്. ഇപ്പോൾ വാപ്പ ഗൾഫിലൊക്കെ പോയി എനിക്ക് 2000-ലാണ് തിരിച്ചു വന്നു. വാപ്പായും കുറച്ചൊക്കെ പൊളിഞ്ഞു ആ സമയത്ത്. ഒരു സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ TV, VCR, വാഷിംഗ് മെഷീൻ, എല്ലാ സംഭവങ്ങളും, അതായത് കളർ TV ഒക്കെ ഇറങ്ങുമ്പം കാര്യം വാപ്പാക്ക് ഗൾഫിൽ പ്രോഡക്റ്റുകളൊക്കെ വിൽക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വാപ്പ ഗൾഫിൽ പോയിട്ട് വാപ്പ അവിടെ നിന്ന് വിസ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു 100 വിസ എന്തോ കൊണ്ടുവന്നു. കാർപ്പൻ്റർ വിസയാണ്. ഒരു വിസയ്ക്ക് അന്നത്തെ സമയത്ത് 1 ലക്ഷം രൂപ ഒരു കാർപ്പൻ്റർക്ക് അവിടെ ഇപ്പോൾ സൗദി അറേബ്യയിൽ എല്ലാം റെഡി ആയിരുന്നപ്പോഴാണ് സൗദിയിൽ ഒള്ളി മുസ്ലിംസിന് മാത്രമേ അലോട്ടുള്ളൂ. എവിടെ മുസ്ലിംസ് കാർപ്പൻ്റർ ഇരിക്കുന്നു? പൈസ മേടിച്ച ആൾക്കാരെല്ലാം തിരിച്ചു പോകും. അപ്പോൾ ഈ പൈസയൊക്കെ മേടിച്ച് ബിസിനസ്സിലോട്ട് അവസാനം ഈ സാധനങ്ങളെല്ലാം വിൽക്കേണ്ടി വന്നു. സ്ഥലം എല്ലാം വിറ്റ് നമ്മളിവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ നേരെ പോയി ഉമ്മാൻ്റെ സ്ഥലം പററോഡ് പോയി. അവിടെയാണ് ഇതിനേക്കാളും അപ്പുറപ്പെട്ട ആൾക്കാർ ഉള്ള സ്ഥലം. അവിടെ പോയി ഉമ്മാൻ്റെ സ്ഥലത്ത് പോയി. അവിടെ പോയായിരുന്നു പിന്നെ നമ്മൾ അത് സിറ്റിയിൽ നിന്ന് നമ്മൾ പററോഡ് എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ഗ്രാമ സ്ഥലമാണ്. നമ്മൾ പിന്നെ അവിടെ തന്നെ ജീവിച്ചത്. ഞാൻ പററോഡ് UPS സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ മീനാങ്കൽ ട്രൈബൽ HS സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ വലിയലങ്ങ് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ +1 +2 ചെയ്തത് ഇവിടെ PHSC. ഞാൻ അഗ്രികൾച്ചറാണ് പഠിച്ചത്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. അത് കഴിഞ്ഞ് ഞാൻ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലോട്ട് പോയി. റിലയൻസിൻ്റെ മുംബൈയിലുള്ള ഒരു ബ്രാഞ്ചിലൊക്കെ വർക്ക് ചെയ്തു. മിത്രാനികേതനിലൊക്കെ പഠിച്ചു. അപ്പം എനിക്ക് ഇഷ്ടമാണ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ, അതുപോലെ F&B, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്, അതൊക്കെ എനിക്ക് പഠിക്കാൻ കുറച്ചൊരു ഇഷ്ടമാണ്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഇതാണ്. അത്യാവശ്യം ഞാൻ കുക്ക് ചെയ്യും, അതിലും എനിക്ക് ഇഷ്ടമുണ്ട്. അപ്പം അതാണ് എൻ്റെ വിദ്യാഭ്യാസ സംഭവം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഹോട്ടൽ ബിസിനസ്സിൻ്റെ കേസ്. ഹോട്ടൽ ബിസിനസ് പൊട്ടി. 8 നില പൊട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയ എമൗണ്ട് പോയി ബ്രോ. ഇതിൽ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അസറ്റ് എല്ലാം കൂടെയൊക്കെ എടുത്ത് ഇതിലിട്ട് ഫുൾ ക്യാഷും അതും ഇതും എല്ലാം കൂടെ ഇട്ട് എനിക്കൊരു റെഡിമെയ്ഡ് ഷോപ്പും ഉണ്ടായിരുന്നു നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിനെയും ക്ലോസ് ചെയ്ത് അതിലുള്ള പൈസ എല്ലാം എടുത്ത് ഇതിലിട്ട് ഈ ബിസിനസ് പൊട്ടി. നടത്താറുണ്ട്, അത് പൊട്ടിയതാണ്. പൊട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു. ട്രിവാൻഡ്രം കവടിയാർ ജംഗ്ഷനിൽ എൻ്റെ കയ്യിൽ ഹാർലി ഡേവിഡ്സൺ IN 883 എന്ന് പറഞ്ഞ ബൈക്കുണ്ട്. പിന്നെ ഇതുണ്ട് BMW കാറുണ്ട്, ജിപ്സി എന്ന് പറയുന്ന ഒരു
ഫുൾ കസ്റ്റം ചെയ്ത ജീപ്പ്. ഓക്കെ. ഇന്ന് പുള്ളിക്കാരൻ ജീപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു ജീപ്പ് എൻ്റെ ഉണ്ടായിരുന്ന ക്രൈസായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് ഭയങ്കര ഷോ ഓഫ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളൊരു ഫുൾ ഷോ ഓഫ് ആയിരുന്നു. ഹാർലി എടുത്തപ്പോൾ ലൈഫ് ചേഞ്ച് ആയി, ഫുൾ ഷോ ഓഫ്. റൈഡറായി. നോക്കുമ്പോൾ ഹാർലി ഗാങ്, ഓ മൈ ഗോഡ്. വണ്ടിയും കൊണ്ട് പോകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നു, വണ്ടി കൊണ്ട് ഒരു സ്ഥലത്ത് വെക്കുമ്പോഴത്തേക്കും ആൾക്കാർ കൂട്ടം കൂടുന്നു. അന്ന് ഹാർലി എന്ന് പറയുന്നത് അത്ര റയറാണ്, ഭയങ്കര റയറാണ്, ഭയങ്കര റയർ. എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ നമ്പർ 3 ആയിരുന്നു എൻ്റെ വണ്ടീൻ്റെ നമ്പർ. സോ വേറെ ഒരു ലൈഫിലോട്ട് പോയി. അതായത് ഈ ട്രഡീഷണൽ ലൈഫിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ പോകുന്നത് ഈ ഹോട്ടൽ തുടങ്ങി. ഹോട്ടലിങ്ങനെ പോവുകയാണ്, ആൾക്കാരൊക്കെ 1 ലക്ഷം ബിസിനസ്സൊക്കെ നടക്കുന്നതെല്ലാം ഉണ്ട്. സോ ലൈഫ് സ്റ്റൈൽ വേറെയായി ഒറ്റയടിക്ക്. അപ്പോൾ ആ ലൈഫ് സ്റ്റൈൽ നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം, എങ്ങനെ അതിൽ ചതികൾ എവിടെ ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടെ ബ്രോ. ഓക്കെ. അതിൽ ചതിക്കപ്പെട്ടു. വിശ്വസിച്ചാൽ നമ്മൾ ഒരാൾ ചതിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ചതി വഞ്ചന എന്നുള്ള സംഭവം, അത് തന്നെ ചതിക്കപ്പെട്ടു. ഞാൻ ചതിക്കപ്പെട്ടപ്പോഴത്തേക്കും ശരി, നമ്മൾ വിശ്വസിച്ചുകൊണ്ടല്ലേ ചതിച്ചത്. നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ നമ്മൾ ചതിക്കാൻ പറ്റുള്ളൂ, തീർച്ചയായും. അല്ലാതെ ഒരാൾക്ക് നമ്മൾ ചതിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അതിൽ വിശ്വസിച്ച പല ആൾക്കാരും എന്നെ ചതിച്ചു. സോ അതും എൻ്റെ ഒരു ഫ്ലോപ്പായി. അവിടെ നേരെ വീണ്ടും ഈ ബിസിനസ് പോയി അതിനെ ഒന്ന് സ്റ്റഡിയാക്കാൻ വേണ്ടി വീണ്ടും ഞാൻ ശ്രമിച്ചു. ഓരോ നേരം വിൽക്കാൻ തുടങ്ങി, പണയം വയ്ക്കാൻ തുടങ്ങി. BMW കൊണ്ട് പണയം വെച്ചു, ഹാർലി കൊണ്ടുവന്ന് പണയം വെച്ചു, പിന്നെ അത് പണത്തിനെടുത്ത് വിറ്റ്, അങ്ങനെയൊക്കെ ആയി എല്ലാം പോയി. അവസാനം വന്ന് നിന്നത് ഒരു ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കണ ഒരു സ്കൂട്ടർ. അതെ, അത് 5000 രൂപയ്ക്ക് എനിക്കൊന്ന് പണയം എടുത്തു ഏറ്റവും കൊച്ചുമാരെ മോൻ്റെ അടുത്തുണ്ട്. കാര്യം എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാണ്ട് ഞാൻ ഇവിടുന്ന് സിറ്റിയിൽ നിന്നൊക്കെ, അതായത് ഹാർലി BMW എല്ലാം ഉണ്ടായിരുന്ന ആള് ഒരു സ്കൂട്ടറിലോട്ട് എത്തി ബ്രോ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് എനിക്ക് ഇവിടെ ട്രിവാൻഡ്രം നിൽക്കാൻ പറ്റാണ്ടായിട്ട് ഞങ്ങൾ പറന്നോട് ഒരു വീടുണ്ട്, കുടുംബ വീട്. ഞാൻ പറന്നോട് തൊട്ട് പോയി. അവിടെ നിന്ന് മോനും പിന്നെ ഇതുണ്ട് നമ്മൾ ആദ്യത്തെ വാടക വീട് 50,000 രൂപയുടെ വാടക വീടിൽ നിന്ന് താന്ന് അവസാനം 7,000 രൂപയുടെ വാടക വീട്ടിലോട്ട് 6,000 രൂപയുടെ വാടക വീട്ടിലോട്ടെത്തി. പക്ഷെ അപ്പോഴും നമുക്ക് വീട്ടിൽ ഇപ്പം എൻ്റെ അഭിമാനം എന്നുള്ളൊരു സംഭവം ഉണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ആരടുത്തും പോയി ചോദിക്കാനൊന്നും നിന്നില്ല. അപ്പം അങ്ങനെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വന്ന ഒരു ദിവസം. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ഒരു 100 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിനൊരു പീസ് കേക്ക് ശാസ്തമംഗലത്ത് നിന്ന് ഒരു പീസ് കേക്കും വാങ്ങി. മണ്ണാമൂലയുടെ വീട് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് നടന്നു വന്ന് ഞാൻ ഒരു ഓട്ടോ പോലും പിടിക്കാതെ, എനിക്ക് തോന്നുന്നു ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും. നടന്നു വന്നിട്ട് ഞാനൊരു മെഴുകുതിരി വെച്ചിട്ട് ഞാൻ ഈ കേക്ക് മുറിച്ചിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് ഞാൻ തളർന്നും പോയിട്ടില്ല. എനിക്കറിയാം ഞാൻ കയറി വരുമെന്ന്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, എനിക്ക് ഫിനാൻഷ്യലി ഞാൻ തീർന്നിരിക്കുകയാണ്, ഫിസിക്കലിയും തീർന്നിരിക്കുകയാണ്. ഫിസിക്കലി എനിക്ക് L4 L5 ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ്, സർജറി നീഡ്. എൻ്റെ കൂടെ എപ്പോഴൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പം നിങ്ങൾ എൻ്റെ ഫ്രണ്ട് എന്ന് വെച്ചോ, നിങ്ങൾ ബോയാണ്, ഞാനും നിങ്ങളും ഫ്രണ്ട്. അത് നമ്മുടെ സമൂഹം അതിനെ അംഗീകരിക്കും. പക്ഷേ അമേരിക്ക പറയും നമ്മൾ ഗേയ്സ് ആണെന്ന് പറയും. മനസ്സിലായോ? അതാ അവിടെ ആണെങ്കിൽ ഒരു ഗേളാണെങ്കിൽ ഓക്കെ. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫ്രണ്ട് ഗേളായിപ്പോയി. ഓക്കെ, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗേള്. അവൾക്കും അവളുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളിലൂടെയും അവൾക്ക് എൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നു. എനിക്ക് ഫാമിലി ഉണ്ട്. അപ്പം ഒരു ഗേള് എൻ്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ തമ്മിൽ യാതൊരുവിധ ഇതുമില്ലെങ്കിലും ആൾക്കാർ അതിനെ പല രീതിയിലും പറയും. അതും എൻ്റെ ഫാമിലിയിലോട്ട് സ്പ്രെഡായി, അത് ആകാലുമ്പായി. എങ്കിലും ഞാൻ എനിക്കറിയാം അയാൾ ജെന്യൂനായിട്ടുള്ള ആളാണെന്ന്. പിന്നെ അയാൾ കൂടെ നിന്ന് കുറേയൊക്കെ സപ്പോർട്ട് ചെയ്തു. സർജറിക്കൊക്കെ എൻ്റെ കൂടെ വന്നു, എന്നെ കുറേ കാര്യങ്ങൾ കൂടെ പഠിപ്പിച്ചു തന്നു, എങ്ങനെ ബിഹേവ് ചെയ്യണം. ആരാണ് ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ല? അത് ഒരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ടിനെ അറിയാം. ഫ്രണ്ടേ ഇല്ല ബ്രോ, കേട്ടാ. അത് എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ വെറുതെ പറയണ്ട. ഓക്കെ, എന്താ നമ്മൾ സഹായിച്ച ആളാ ലൈഫിൽ, ഒരുപാട് പഠിപ്പിച്ചു. ഗേൾ ഫ്രണ്ടാണോ ഫ്രണ്ടാണോ ആ സമയത്ത്? ഗേൾ ഫ്രണ്ട്. ഓക്കെ, ഗേളാണ് ഫ്രണ്ട്. നിങ്ങൾക്ക് അതിനെ ഏത് രീതിയിലും എടുക്കാം. ഞാൻ എടുത്തത് അയാൾ ഗേളാണ്, അതെൻ്റെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ഇവിടെ അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ അവരെ ലവർ എന്നൊക്കെ ഉള്ള പാറ്റേണിൽ അല്ലെങ്കിൽ വേറെ ലെവലിലൊക്കെ ആൾക്കാരെടുത്തുകളെ അത് ഓക്കെ. അപ്പം പുള്ളിക്കാരിയാണ് എന്നെ എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ എന്താണ് ആറ്റിറ്റ്യൂഡ് എന്നോ എന്തോ ബാക്കിയുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നു. കാര്യം ആൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അടിപൊളി ആളായിരുന്നു. ആൾക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റി, പല കാര്യങ്ങളും പഠിപ്പിക്കാൻ പറ്റി. ഞാൻ പഠിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും
ആൾ പോയി. അപ്പോഴത്തേക്കും ഞാൻ എവിടെ ആയിന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയായി, ഗംഗാ ഹോസ്പിറ്റൽ കോയമ്പത്തൂരിൽ എൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ അവിടെ, അതായത് എൻ്റെ L4 L5 കട്ട് ചെയ്തിട്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നു 6 സ്ക്രൂ എന്ന് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് 6 സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഈ അക്രമമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ 6 സ്ക്രൂ അതിനകത്ത് ഇട്ടിട്ട് ഈ സർജറിയിലെ ഇതിന് ഈ അനസ്തേഷ്യ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തെങ്കിലും അഡിറ്റേഷൻ ഉണ്ടോയെന്ന് ചോദിക്കുമല്ലോ. ഞാൻ ആ സമയത്ത് വെച്ചാൽ ഓണം ടൈം എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. ആ ടൈമിൽ ഞാൻ കുറച്ച് കള്ളുകൂടി ഉണ്ടായിരുന്നു, അത്യാവശ്യം കള്ളുകുടിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അഡിറ്റേഷൻ എനിക്കില്ലല്ലോ, ഡെയിലി വെള്ളം അടിക്കും, പക്ഷേ എനിക്കത് അറിഞ്ഞൂടാ അഡിറ്റേഷൻ ആണെന്ന്. അത് അഡിറ്റേഷൻ ആയിരുന്നു, അത് അവർക്ക് അതനുസരിച്ചായിരുന്നു എനിക്ക് അനസ്തേഷ്യ തന്നത്. ഇത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ തന്നെ, അതായത് സർജറി കഴിഞ്ഞ് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ബോധം വരേണ്ട ഞാൻ സർജറി കഴിഞ്ഞ് ഐ തിങ്ക് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴെനിക്ക് ഞാൻ കോൺഷ്യസ് ആയി. അപ്പോൾ എനിക്ക് ഈ പെയിന് വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതായത് എൻ്റെ ലൈഫിൽ എന്നെ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മൾ ആലോചിച്ച് നമ്മുടെ നട്ടെല്ലാം 2ആയിട്ട് കട്ട് ചെയ്തിട്ട്, അതായത് L4 L5 എന്നുള്ള ഇങ്ങനെയുള്ള സംഭവം ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് അതിനെങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ 2 സൈഡും ഇവിടെയും പട്ടയിട്ടിട്ട് അതിനെ സ്ക്രൂ ചെയ്ത്, അപ്പം ഈ നടുക്ക് ഈ സംഭവമെല്ലാം വന്ന് കൂടണം. അപ്പം ടോട്ടൽ ഇത് വലിയ സർജറി, ബാക്കിൽ വലിയ സ്കാർ കിടപ്പുണ്ട്. അപ്പം എന്നെ എന്നിട്ട് കിടത്തുകയാണ്. അപ്പോൾ ഈ വേദന വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ള വേദന. അപ്പം ഈ വേദനയിൽ ഞാൻ അവിടെ കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് 2 ഡേയ്സ് എന്തോ കഴിഞ്ഞു. അപ്പം അത് വേറെ ലെവലായിരുന്നു. അതായത് ഡോക്ടർ എൻ്റെ അടുത്ത് എണീക്കാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന എൻ്റെ അടുത്ത് അവിടുത്തെ മെയിൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് അസി ഒന്ന് എഴിച്ചിക്കാൻ പറഞ്ഞു. സോ ഞാൻ വന്നിട്ട് മാക്സിമം ശ്രമിച്ചു, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഉണ്ണാളെ മുടി, തമിഴാണ് ആൾ, ഗംഗാ ഹോസ്പിറ്റൽ കോയമ്പത്തൂർ, ഡോക്ടർ രാജേഷ്, അവിടുത്തെ മെയിൻ പ്രൊഫസറാണ് ചെയ്തത്. അതും പോയതെങ്ങനെ, ജസ്റ്റ് എനിക്ക് അവിടെ പോയപ്പോഴത്തേക്കും ഇയാൾ US ഈ ഡോക്ടർ ഉള്ളത്. എന്തോ എൻ്റെ ഭാഗ്യമൊന്നും അറിയത്തില്ല, ഇയാൾ നാട്ടിലുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച അവിടെ പോകുന്നു, പുള്ളിക്കാരൻ ബുധനാഴ്ച ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ഞാൻ ഓക്കെ പറഞ്ഞ് ഞാൻ അവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഓപ്പറേഷനും കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾ, പിന്നെ എനിക്ക് നടക്കുമോ ഇല്ലെന്ന് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ഡോക്ടേഴ്സ് ഓൾറെഡി പറഞ്ഞു, ഡോക്ടേഴ്സ് 30% എനിക്ക് പറഞ്ഞോളൂ, 30% ചാൻസേ ഉള്ളൂ എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ എനിക്ക് യൂറിൻ ഓട്ടോമാറ്റിക്കലി പോയ സ്ഥിതിക്ക് ഞാൻ ചെയ്തേ പറ്റൂ, അതർവൈസ് അത് അലിമ്പ് സീനിലോട്ട് പോകും. ഓൾറെഡി ലേറ്റ് ആയി 4th സ്റ്റേജിലോട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് സർജറി കഴിഞ്ഞിട്ട് അപ്പം ഈ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത്, രാജശേഖർ എന്നാണ് ഡോക്ടർ പേര്, உங்களுக்கு இப்போ வந்துட்டு வயசு இவ்வளவுதான் ஆகுது, நீங்கள் இப்போ வந்துட்டு ஏந்திரிச்சு ஒரு 10 செகண்ட் நின்றுட்டுனா நீங்கள் வாழ்க்கையில் பூரா வந்துட்டு நிற்க முடியும், நடக்க முடியும். உங்களுக்கு நீங்கள் எழுந்திரிச்சு നിൽക്കാமல் ഇരുന്നിട്ടുன்னா வாழ்க்கை ഫുള്ള് உங்களுக்கு പടുക്ക വേണ്ടിയതാണ്. എന്താ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര അവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ അഴിച്ച് സ്റ്റാൻഡ് ചെയ്യണം. അപ്പോഴേ നമ്മുടെ ഇൻറ്റെസ്റ്റൈൻ എല്ലാം റെഡി ആവത്തുള്ളൂ, സ്റ്റേബിൾ ആവത്തുള്ളൂ. ഫുള്ള് സർക്കുലേഷൻ, ബ്ലഡൊക്കെ താഴോട്ട് പോകുള്ളൂ. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുമെങ്കിൽ നമ്മൾ എഴിച്ച് നിന്നേ പറ്റും. പക്ഷേ അനങ്ങാൻ പറ്റാത്ത ഒരാളിനെ എങ്ങനെ എഴിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞ് ജസ്റ്റ് വെയിറ്റ് ഡോക്ടർ ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ ആദ്യം എല്ലാവരും സഹായത്തോടു കൂടി ജസ്റ്റ് അപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എഴിച്ച് നിന്ന് എനിക്കിപ്പോഴും ഓർമ്മയുള്ളൂ. ഞാൻ ഇങ്ങനെ നിന്ന് ഷിവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എഴിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ആ ഹോസ്പിറ്റലിലെ ഡ്രസ്സാണ് അതിനെ പിടിക്കാൻ വേണ്ടി സാധനം. എന്നിട്ട് അതിനെ വിടണം, ആ സാധനത്തെ വിടണം. നമ്മൾ ഫുൾ ഇതായിട്ട് നിൽക്കണം, പിടിക്കാനും പാടില്ല, സ്റ്റഡി ആയിട്ട് നിൽക്കണം. വിടുന്ന കഴിഞ്ഞാൽ ആരെങ്കിലും പിടിക്കാനുണ്ടാവും സൈഡിൽ. അങ്ങനെ ഞാൻ എഴിച്ച് നിന്നപ്പോഴത്തേക്ക് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. എൻ്റെ കാലിൻ്റെ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ താഴോട്ടൊക്കെ ഇങ്ങനെ പോകുന്നു, വയറൊക്കെ വേറെ ഒരു ലെവലിലോട്ട് പോകുന്നു, കണ്ണെല്ലാം മങ്ങി. ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് 10 സെക്കൻഡാണ് അവർ പറഞ്ഞത്. 13 സെക്കൻഡ് ഞാൻ നിന്നിട്ട് എനിക്ക് തോന്നുന്നൊരു 30 ദിവസം ഞാൻ കോമയിൽ പോയി. 30 ഡേയ്സ് കോമയിൽ പോയി. അവന് ബോധം പോയി കംപ്ലീറ്റ്. ഞാൻ ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് പിന്നെ എനിക്ക് നോർമലില്ലാതെ വെട്ടിപ്പിടിച്ച് കിടത്തി പിന്നെ എനിക്ക് ബോധം വരുന്നില്ല. പക്ഷെ ഞാൻ കഴിച്ച് നിന്ന് കാര്യം എനിക്ക് നടക്കണം ബ്രോ, മനസ്സിലായി? എനിക്ക് നടക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നടക്കണം, എനിക്ക് ഓടണം, എനിക്ക് പറക്കണം. അത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഈ ലോകത്തില്ല എന്ന് മനസ്സിലാക്കിയ കുറേ കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തെ ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ആരും ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അഴിച്ച് നിന്നേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ അഴിച്ച് നിന്ന് ഞാൻ കോമയിൽ പോയി.
സോ അത് കഴിഞ്ഞിട്ട് ഞാൻ കോമയിൽ നിന്ന് ഞാൻ റിക്കവർ ചെയ്യാൻ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഞാൻ റിക്കവറി ആയി. ഞാൻ കോമയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ റിക്കവറി ആയി കഴിഞ്ഞു. ഓക്കെ, അതിൻ്റെ കാലൊക്കെ അനങ്ങുന്ന എല്ലാം ഓക്കെയാണ്. എനിക്ക് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ അങ്ങനെ ഞാൻ പിന്നെ ജീവിതത്തിലൂടെ ഞാൻ പതിയെ തിരിച്ചു വന്നു. വീണ്ടും ഞാൻ ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ആദ്യം മേടിച്ചത് ഒരു ഹാർലി ഡേവിഡ്സൺ നൈറ്റ് റോഡ് സ്പെഷ്യൽ എന്നൊരു ബൈക്ക് മേടിച്ചു. ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ, അതായത് ഈ മാങ്ങ വിറ്റ കഥയും ചക്ക വിറ്റ കഥയും അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ എക്സ്പീരിയൻസിലൂടെ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതും എൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സോ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ഈ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്താൽ എനിക്ക് ആഹാരം. ഇപ്പം ഈ ഒരു ബിഗ് ബോസിൽ നിന്ന് എല്ലാവരും പറയും നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഇത് വിൻ ചെയ്യാൻ കപ്പടിക്കാൻ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പുതിയ പടത്തിൻ്റെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് പടത്തിൻ്റെ പോസ്റ്റർ ലോഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പുതിയ പടം വന്നിട്ടുണ്ട്. സോ അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഗുഡ് ഫ്രൈഡേനാണ് പടത്തിൻ്റെത്. പിന്നെ ഉടനെ തന്നെ എൻ്റെ പോസ്റ്ററും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് അതിൻ്റെ പോസ്റ്റർ ലോഞ്ചിങ് ആയിരുന്നു. അപ്പം അതെനിക്ക് കിട്ടിയ എൻ്റെ ഡെഡിക്കേഷൻ, എൻ്റെ ഹാർഡ് വർക്ക്, എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, റെസ്പോൺസിബിലിറ്റി. ബിഗ് ബോസ് ത്രൂ ആണോ അത് വന്നിട്ടുള്ളത്? ആവാം. എൻ്റെ ഒരു ഗോളുണ്ടല്ലോ, ആ ഗോളിലോട്ട് ഞാൻ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് റോക്കിക്ക് ആവണം, അല്ലെങ്കിൽ വാട്ട് യു വാണ്ട് ടു ബി? ഓക്കെ, ലൈക്ക് ഒരു പാഷൻ എന്താണ് റോക്കിയുടെ? ടാറ്റൂയിങ് ആണ്, അതർ ദാൻ ഒരിക്കലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മരിക്കുന്നവരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുക. പിന്നെ ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കാനുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുക. ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഉണ്ടാവുക. കാര്യം പണക്കാരൻ ആൾക്കാർ പറഞ്ഞിട്ട് പണമില്ലാത്ത പണക്കാരൻ്റെ ഒരു കഷ്ടപ്പാടുണ്ട്. പണമില്ലാത്ത പണക്കാരൻ്റെ അവസ്ഥയാണ് ഈ ലോകത്തിലെ ഏറ്റവും ദുർഘടമായിട്ടുള്ള അവസ്ഥ. അത് അതിലോട്ടൊന്നും വീണ്ടും ചെന്ന് എത്തപ്പെടാതിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഓരോ സ്റ്റെപ്പും പ്രോപ്പറായിട്ട് നോക്കിയാണ് വെക്കുന്നത്. എങ്കിലും അവിടെ ഉണ്ടാവും പ്രോബ്ലംസ്, പ്രതിസന്ധികളുണ്ടാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ, നമ്മൾ എത്ര പ്രതിസന്ധികൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്നോ നമ്മൾ അപ്പോഴെല്ലാം വിചാരിക്കുക നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെൻ്റെ ലക്ഷ്യത്തിലോട്ട് വലിയ പ്രതിസന്ധി വന്നാൽ വിചാരിക്കുക എൻ്റെ ലക്ഷ്യം അടുത്തെത്തി. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. എൻ്റെ എല്ലാ നെഗറ്റീവ്സിനെയും ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഇപ്പോൾ ഇതിലും വന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ അന്ന് എന്നെ സംബന്ധിച്ച് പക്ഷേ ഇത്രയും ട്രാജിക് ആയിട്ടുള്ള സ്റ്റോറി റോക്കിക്ക് ഉണ്ടെന്ന് പ്രേക്ഷകർ ബിഗ് ബോസിലൂടെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു നെഗറ്റീവ് കമൻസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നില്ലേ ബ്രോ? സിമ്പതി, അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു ദോശ ഉണ്ടാക്കി 4 പേർക്ക് പിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ. എൻ്റെ കയ്യിൽ ഇപ്പം എന്തുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. സോ മോട്ടിവേഷൻ ഞാൻ മറ്റേത് പറയുമായിരുന്നു. ഈ സ്റ്റോറി ഞാൻ ഇവിടെ പറയേണ്ട സ്റ്റോറിയാണ് ആക്ച്വലി. ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞ ഗ്രാഫ് വിളിച്ച് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ. പക്ഷെ അത് പറയാനുള്ള സാഹചര്യം എനിക്ക് തോന്നുന്നു അത് കിരണിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ള ഇത് കിട്ടിയെന്ന് തോന്നുന്നു. പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. കാര്യം എൻ്റെ 3-ാമത്തെ വയസ്സ് മുതലുള്ള സ്റ്റോറി പറയാനുണ്ട്. അതൊക്കെ നമുക്ക് ഒരു ദിവസം കാണാം. ചിലപ്പോൾ ഞാനൊരു സിനിമ പിടിക്കുക